ബാലൻ വലുതായ സീക്വൻസില് ഞാൻ നോക്കുമ്പോ സിനാൻ ഒരു ഷോട്ട് ലെവൽ അങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നൊന്നുമില്ല. ഏറ്റവും നന്നായിട്ട് നിറഞ്ഞ ചിരി കാണുന്നത് ഇതിന്റെ എൻഡിലാണ്. ഒരു പ്രത്യേക ഡയലോഗ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. അതായത് എവിടെയോ ഈ ക്യാരക്ടറിനും രണ്ടുപേർക്കും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇപ്പൊ അതിനെ പറയാ, ഇപ്പൊ മാസ്റ്റർ വിജയ് ചെയ്യുന്ന ഒരു രീതിയിൽ എന്തിനാണ് ഇയാൾ കുടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരാളുടെ അടുത്ത് ഓരോ സിനിമാ കഥ പറയുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹം ഓരോരുത്തരുടെയും ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് ഓരോ സിനിമാ കഥ പറയുക. അതുപോലെ ഈ അമ്മയ്ക്കും അങ്ങനെ എവിടെയോ ഈ മറ്റുള്ളവരുടെ ഐഡന്റിറ്റികളിലോ അല്ലെങ്കിൽ വേറെ വേറെ കഥകളിലോ ജീവിക്കുന്ന ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ ഇത് ഇവർക്ക് ഭയങ്കര എൻജോയ്മെന്റ് തരുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടോ? അങ്ങനെ എക്സ്പ്ലെയിൻ ഒന്നും അങ്ങനെ, അത് അവരുടെ ഇഷ്ടം കാരണമല്ല കേട്ടോ അവരത് ചെയ്യുന്നത്, വൃത്തികേട് കൊണ്ടാ, വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക്, അത് കാരണമാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഷീ മേക്സ് ഇറ്റ് പ്ലേഫുൾ ഫോർ ബാലൻ ടു എൻജോയ് ഇറ്റ്. അല്ലാതെ അവൻ എൻജോയ്, അവൻ എങ്ങനെയാണോ ഇത് ചെയ്യിപ്പിക്കുക, ഓക്കെ ഇഫ് ഹീസ് എൻജോയിങ് ഇറ്റ്, ഇഫ് ഇറ്റ്സ് പ്ലേഫുൾ ഫോർ ഹിം, എന്നാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ ഹിം ടു ഗെയിൻ ദാറ്റ് സ്കിൽ. ഒരു കുട്ടിയാകുമ്പോൾ നമ്മൾ ആ രീതിയിൽ എന്താണ് കളിയിലൂടെയാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അത് ആക്ച്വലി കണ്ടത്. പക്ഷെ ഞങ്ങളോട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ക്യാരക്ടറിന് മൊത്തത്തിൽ ഈ പറഞ്ഞ ഒരു അടിമഭാവം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ടോവിനോയുടെ ക്യാരക്ടറിന്റെ ഒക്കെ അടുത്ത്. അതായത് ഇയാൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്, എന്നാൽ അയാൾക്ക് മറ്റാളുടെ അടുത്ത് വീട്ടിൽ പോകാനും പറ്റില്ല. അതാണല്ലോ എല്ലാവരും പോയിട്ട് അബ്ബയുടെ കൂടെ അയാൾ മാത്രം നിൽക്കുന്നത്. ഈ അബ്ബയും പവിത്രനും യങ് പവിത്രനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ഇപ്പൊ ടോവിനായിട്ടുള്ള സീക്വൻസുകൾ ഉണ്ടല്ലോ, ഈ തർക്കമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ തമ്മിൽ, എന്തിനാണ് നമ്മൾ ഇത് ചെയ്യണത്, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ, നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ തർക്കത്തിനൊക്കെ മുമ്പ് ഒരു ഇംപ്രൂവൈസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ സ്ക്രിപ്റ്റ് അയച്ചു തരും, അപ്പൊ അത് നോക്കി അഭിനയിക്കുന്നതിന് മുമ്പ് ചിതു സാറ് അടുത്ത് വിളിച്ച് കസേരയിൽ പറഞ്ഞു തരുത് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. പിന്നെ ചന്തുചേട്ടൻ, ഗണിച്ചേട്ടൻ എല്ലാവരും പറഞ്ഞു. ഇപ്പൊ ആളായിട്ടുള്ള സീക്വൻസിൽ ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഒക്കെ പറയുന്നത്. അതിനകത്ത് ഭയങ്കര ക്യൂട്ടായിട്ടൊരു ഏരിയയും കൂടി വെച്ചിട്ടുണ്ടല്ലോ. ഈ അബ്ബേനെ അങ്ങനെ മൊത്തത്തിൽ വിട്ടുകൊടുക്കൊന്നുമില്ലല്ലോ അയാൾ, അതെനിക്ക് പറയാൻ പറ്റില്ല, സ്പോയിലർ ആയി പോകും. അപ്പൊ ആ ഒരു ഏരിയ ഒക്കെ പെർഫോം ചെയ്യുമ്പോ അതിനൊരു കൈയടക്കം കൂടി വേണമല്ലോ. അത് മൊത്തത്തിൽ സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല പ്രേക്ഷകർക്ക്. ഞാൻ പറയുന്ന സീക്വൻസ് മനസ്സിലായല്ലോ. അതങ്ങനെ തന്നെ ചെയ്യണം, ഇത്രയും റിവീൽ ചെയ്താൽ മതി, അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം അവിടെ നിന്ന്. അതങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തേക്കണം. അല്ലാണ്ട് നമ്മൾ കാണുന്ന വേറൊരു വേർഷൻ ഒന്നും ഇല്ല, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? വേറൊരു വേർഷൻ ചെറിയ ഇതും കൂടെ ഉണ്ട്.